ഞാനിന്ന് നിൽക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഒരു വൻകിട കൂൺ ഉൽപാദന യൂണിറ്റിലാണ്. പലതവണ പരാജയം നേരിട്ടിട്ടും പിന്മാറാതെ തളരാതെ പല പരീക്ഷണങ്ങളായും പഠനങ്ങളുമായും മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു വലിയ വിജയം നേടിയിരിക്കുകയാണ് പാറോത്തുനീരിലെ പ്രസീത സജീഷ് ദമ്പതികൾ. ഗ്രാമ പദ്ധതി തുടങ്ങിയിട്ട് തളരാതെ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ കൊണ്ടുവരാറില്ല. ഇപ്പൊ എത്ര വർഷം, എത്ര മാസം? ഇതിപ്പോ രണ്ടാമത്തെ വർഷം. ഇങ്ങനെ കൂടുതൽ വിളവെടുത്തിട്ട് കടകളിൽ കൊടുക്കുന്നുണ്ട്. കടകളിൽ ഇപ്പൊ കുറച്ച് കുറവാണ് കൊടുക്കാറ്. ഡയറക്റ്റ് വീടുകളിൽ തന്നെ ഫ്രഷ് സാധനം കൊടുക്കാനുള്ള ഉദ്ദേശത്തോട് കൊടുക്കാറ്. നമ്മുടെ സാധനത്തിന്റെ ക്വാളിറ്റി അതൊന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നേരിട്ട് കൊടുക്കാൻ. കടകളിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ശരിക്കും ബെഡുകളുണ്ട്. 10-400 ബെഡുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു 10 കിലോ 15 കിലോയ്ക്ക് ചില ദിവസം കിട്ടുന്നുണ്ട്. ചില ദിവസം 4 കിലോ 5 കിലോ അങ്ങനെ രീതിയിലാണ്. ഞാനൊരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനൊരു 10 ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട് നിലവിൽ. അതുകൊണ്ടാണ് കുറച്ച് പ്രൊഡക്ഷൻ കുറവ്. എന്നാലും ശരാശരി 4 കിലോയോളം ഞങ്ങൾ 4-5 കിലോയോളം ദിവസം കിട്ടുന്നുണ്ട്. ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായത് ചെറുപുഴ കൃഷിഭവൻ സംഘടിപ്പിച്ച ഒപ്പം പരിപാടിയിൽ നിന്നാണ് നമ്മൾ ഈ ഫോണിനെ കുറിച്ച് ആദ്യം ക്ലാസ്സിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ടായത്. അതിനുശേഷം ഇപ്പൊ ഇതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഈ ഹൈടെക് ഫാം ആ രീതിയിലാണ് ഒരു ചെറിയ റൂമിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചും കൂടെ വിവരപ്പെടുത്താം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ ഹൈടെക് ഫാം. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുമാണ് ഇതിന്റെ ഒരു 90% വർക്ക് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ സഹായത്തിന് വേണ്ടി അത് കൂട്ടിയെന്ന് മാത്രമല്ല ബാക്കി വർക്കെല്ലാം ഞാനും ഭാര്യയും രണ്ടും മൊത്തം കൂടി ചേർന്നിട്ടാണ് ഇത്രയും വലിയൊരു ഫാം. ഏകദേശം 400 സ്ക്വയർ ഫീറ്റോളം വലുപ്പമുണ്ട്. 1500ഓളം ബെഡ് കപ്പാസിറ്റി ഉണ്ട്. നിലവിലൊരു 450 ബെഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ചെയ്യാനുള്ള ഏരിയ ഒരു ബാലൻസ് ആയിട്ട്. ഇപ്പൊ ഈ ഒരു ഹൈടെക് ഇങ്ങനെ റൂം സെറ്റ് ചെയ്യാൻ അതൊക്കെ ക്ലാസ്സിൽ നിന്നാണ് ലഭിച്ചത്? അതോ ഇല്ല, ഞാൻ എൻ്റെ സ്വന്തമായ ഐഡിയ വെച്ചിട്ട് പിന്നെ ഞാൻ കുറെ നമ്മുടെ ഗൂഗിൾ വഴി യൂട്യൂബ് വഴി അങ്ങനെ കിട്ടിയ അറിവുകളെല്ലാം സമ്പാദിച്ച് സ്വരൂപിച്ച് കൂട്ടി ഒരു 1-1.5 വർഷത്തെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാനത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയതല്ല. നമുക്ക് അതിനുള്ള സാമ്പത്തിക ശ്രമത്തിണ്ടായിരുന്നില്ല. അപ്പം കയ്യിൽ വരുന്ന പൈസ അനുസരിച്ച് കുറച്ച് വർഷമായിട്ട് കുറച്ച് ഡെവലപ്പ് ചെയ്താണ്. ഫസ്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രൂപരേഖ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ആ തരത്തിലേക്ക് എത്തിക്കാൻ പറ്റി. പൂണ് നന്നായിട്ട് വിരിയുന്നുണ്ട്. സൈലന്റ് ബേർഡ് സിസ്റ്റം ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഫാൻ പ്രോഗ്രസ് സിസ്റ്റം അതെ, ആ സമയത്ത് ക്ലാസ് കേട്ട് തുടങ്ങിയതിൽ പലരും അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിന്റെ പരാജയം നമ്മളിപ്പോൾ 10 ബെഡ് ചെയ്യുമ്പോൾ 5 ബെഡ് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു. ഞാൻ 100-150ഓളം ബെഡുകൾ തിരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മളൊരു പരാജയം നിന്ന് തുടങ്ങിയാലേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കൂ എന്നുള്ളൊരു ഉൾക്കാഴ്ച എല്ലാം മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തളരാതെ വീണ്ടും ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1000 നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വീണ്ടും നമുക്ക് എന്താണ് എൻ്റെ പോരായ്മ, എനിക്ക് സംഭവിച്ച ഫാൾട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഓരോ വന്നിട്ടുള്ള വീഴ്ചകളും ഞാൻ നികത്തുന്നതായിട്ട് അങ്ങനെയാണ് എനിക്ക് എങ്ങനെ നിലയിൽ എത്താൻ സാധിക്കും. എന്നാൽ ഒരു കാരണവശാലും കൃഷിയിൽ ഞാൻ പരിപൂർണമാണെന്ന് നിങ്ങൾക്ക് ആർക്കും അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും. കാരണം ഇതൊരു ഭംഗിയാണ്. ഭംഗിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നേതൃത്വം കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനൊരു പ്രത്യേകത കൃഷിക്കുണ്ട്. ഹൈജീൻ ആയിരിക്കണം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. കോൺശാലിൽ പ്രവേശിക്കുമ്പോൾ തികച്ചും നമ്മൾ ഹൈജീൻ ആണെങ്കിൽ തന്നെ, അതുപോലെ നമ്മൾ ബെഡുകൾ തയ്യാറാക്കുമ്പോൾ വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ, അതൊക്കെ കറക്റ്റ്. അതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃഷി ഒരു ദിവസത്തെ ക്ലാസ്സുകളാണ് നമുക്ക് കൃഷിഭവൻ ചെയ്തു തന്ന വലിയ ഉപകാരമാണ്. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ റൂട്ട് സെറ്റ് നമ്മുടെ തലപ്പുറം
അവിടെ റൂട്ട് സെറ്റിൽ പോയിട്ട് 10 ദിവസത്തോളം ക്ലാസ്. അതിൽ ഡോക്ടർ ഷൈൻ സാർ, സാറാണ് ഞങ്ങളുടെ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കട്ടപ്പന സ്വദേശിയാണ് സാർ. സാറ് വിശദമായിട്ട് 10 ദിവസം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ കൾട്ടിവേഷൻ അടക്കം കരസ്ഥമാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിത്തുൽപാദന യൂണിറ്റും കൂടി ഞങ്ങളുടെ മനസ്സിലെ അടുത്ത സ്വപ്നം അതാണ്. അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക സംവിധാനങ്ങളൊക്കെ വലിയൊരു പെർസെൻറ്റേജ് ഉണ്ട് അതിനാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് കൾട്ടിവേഷൻ വിജയകരം എന്ന് പറയുന്ന അടിസ്ഥാനത്തിന് പരിഷ്ഠാനാടിസ്ഥാനത്തിൽ നമ്മൾ 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ. 1 വർഷം ശ്രമപൂർവമായിട്ട് അത് ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടിലാണ്. അത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ വിത്തുകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളതാണ്. എത്ര കൂൺ ഉൽപ്പാദിപ്പിക്കുന്നോ അതിൽ 10 മടങ്ങ് ശ്രദ്ധയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാബുകൾ, മറ്റു സംവിധാനങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ കുറച്ച് പൈസ ചിലവുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വന്തമായിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക്, കർഷകർക്കും വിതരണം ചെയ്യാനുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ ഞങ്ങളുടെ മുന്നോട്ടുള്ളത്. കൃഷിഭവനിൽ നിന്ന് മുന്നേ ക്ലാസ് ലഭിച്ച് കുറെ പേര് ചെറുപുഴയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ വരുമ്പം പരാജയപ്പെട്ട ആളുകള് ഇപ്പം ചോദിച്ചു വരാറുണ്ടോ എങ്ങനെയാണ് അത് കൃത്യമായ രീതിയിൽ നടത്തുന്നത്? ആളുകള് ചോദിക്കാറുണ്ട്. ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനുള്ള എന്താ ചെയ്യേണ്ടത്. ഞങ്ങളുടെ അറിവിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫോട്ടോ എല്ലാം അയച്ചു തരും, അതിന്റെ ഓരോരോ അസുഖത്തിനും ഫോട്ടോസ് എല്ലാം അയച്ചു തരുമ്പോൾ നമുക്ക് അറിയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 13-ാം തീയതി ചെയ്തിട്ടുള്ള ബെഡാണ്. ഇപ്പോൾ സ്പോൺ റണ്ണിങ് എന്നാ പറയുക അതിന്. ഇത് വിത്തിട്ട് പെല്ലറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 2-3 മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പെല്ലറ്റ്, അറക്കപ്പൊടി, വൈക്കോൽ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ബെഡ് അർജൻറ്റായി ചെയ്യേണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പെല്ലറ്റ് കൃഷി ആക്കിയിട്ടുള്ളത്. ഇപ്പം നിലവിൽ നമ്മൾ മെഡിക്കൽ ടേപ്പാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കട്ടിങ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത്രയും കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിത് ഒരു 17 ദിവസം, 22 ദിവസം ആകുമ്പോഴത്തേനും ഇതിനകത്തുനിന്ന് കൂണ് വന്നു കൊടുക്കും. 17 മുതൽ 22 ദിവസത്തിനുള്ളിൽ. ചിലത് 1 മാസം വരേക്കും പിടിക്കും. ഈ ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ശക്തിയുള്ള ബെഡാണ് എങ്കിലും ഇതിനെ ഓട്ടോമാറ്റിക് തള്ളി നീക്കിക്കൊണ്ട് തന്നെ കൂണ് മുട്ടുകൾ വെളിയിൽ വരും. ഞങ്ങളങ്ങനെ പറിക്കാറൊന്നുമില്ല എല്ലാത്തിനും. ആവശ്യമെങ്കിൽ മാത്രം നമ്മളിതിനെ ഓപ്പൺ ആക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് തന്നെ തള്ളി നീക്കിക്കൊണ്ട് തന്നെ വരും. മെഡിക്കൽ ടൈപ്പ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള കൃത്യമായ ശ്വാസോച്ഛ്വാസം ഇതിന് കിട്ടാൻ വേണ്ടിയാണിത്. ഓക്സിജൻ്റെ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. തികച്ചും നേരിയ ടൈപ്പാണ്. മൈക്രോ തിക്നെസ് കുറഞ്ഞ ടൈപ്പ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഇതിൻ്റെ സ്പോൺ റണ്ണിങ്ങിന് ആവശ്യമായ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന രീതി ഇതാണ്. ടോപ്പ് മാത്രം ഒട്ടിച്ച് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. പറ്റുന്നില്ല. പല രീതിയിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ഗുണകരം ആ രീതിയിലൊക്കെ നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അത് ഓരോ ആളുകളുടെ എത്രത്തിൽ നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എങ്ങനെ ചെയ്താലും ഇതിന് കൃത്യമായ ഓക്സിജൻ ലഭിക്കുക എന്നുള്ള സംവിധാനത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 2-3 മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ ചെയ്തിട്ടുള്ളതാണ് ആ ബെഡുകൾ. ഇതിപ്പം പെല്ലറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വൈക്കോൽ. അങ്ങനെ 3 മാധ്യമമാണ് നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് സാമ്പത്തിക ചിലവ് അധികമാണ്. ഹോം കൃഷിയെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ഏറ്റവും സാമ്പത്തിക ചിലവ് കുറച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കതിൽ വിജയകരം എന്ന് പറയാൻ സാധിക്കൂ. വൈക്കോലും വില കുറച്ച് കിട്ടും. 400 രൂപയോളം ചെറുപുഴ ഭാഗത്തൊക്കെ നമുക്കൊരു ബണ്ടിൽ വൈക്കോലിന് വിലയുള്ളൂ. അറക്കപ്പൊടി അത് ഞാൻ കണ്ണൂർ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അറക്കപ്പൊടിയിലാണ് ഇപ്പോൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിട്ടുള്ളത് അറക്കപ്പൊടിയിലാണ്. കാരണം ഒരു പൂ തന്നെ നമുക്ക് ഏകദേശം ഒരു 450-500 ഗ്രാമോളം തൂക്കമുള്ള പൂക്കൾ നമുക്ക് അറക്കപ്പൊടിയിൽ നിന്ന് ലഭ്യമാക്കും. 3 മാസത്തോളം കാലാവധിയാണ് ഒരു ബെഡിന്.
3 മാസം അതിലധികം കിട്ടും. അറക്കപ്പൊടിയാണ് 4 മാസം വരേക്കും കിട്ടും. 3 മാസം വരേക്കും കുറഞ്ഞ ഒരു ബെഡിൻ്റെ ആയുസ്. ഇത് നമ്മൾ 1 കിലോ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അതിൻ്റെ 80% തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ വേണ്ടി സാധിക്കും. 1 കിലോയുടെ ബെഡാണെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാമിലേക്ക് തൂക്കം കുറഞ്ഞതായിട്ട് വരും. ഇതിപ്പോൾ ഇപ്പം 2ാമത്തെ വിളവ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി 3ാമത്തെ വിളവിലേക്ക് നിൽക്കുന്നതാണ്. കുറച്ച് പൂവുകളൊക്കെ കുറച്ച് വലിപ്പം കുറവായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒരു 3 സൈസ് കൂണുകളാണ് ഞങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഒന്ന് എച്ച് വൈറ്റ്, എച്ചുവിൻ്റെ ഗ്രേ ഉണ്ട്, പിന്നെ പിങ്ക് മഷ്റൂം, അങ്ങനെ 3 ടൈപ്പാണ്. പിങ്ക് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാക്കി കുറച്ച് ബെഡുകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം. പക്ഷേ ആളുകൾക്ക് പിങ്കിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു അറിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പിങ്കിനാണ് ഓർഡർ കൂടുതൽ വരുന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ പിങ്കിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ പിങ്ക് നമുക്ക് കിട്ടും. പിങ്ക് എന്ന് വെച്ചാൽ നമുക്ക് വിളവ് കുറച്ച് കുറവായിരിക്കും പിങ്ക് മഷ്റൂമിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അതിന് കൂടുതൽ ഗുണനിലവാരം മറ്റു മഷ്റൂമുകളെക്കാട്ടിലുണ്ട്. കാരണം ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കുന്ന ഫോളിക് ആസിഡ് പോലെയുള്ള ഘടകം ഇതിലടങ്ങിയിട്ടുള്ളതിനാൽ രക്തക്കുറവുള്ള ആളുകൾ, അത്തരത്തിലുള്ള കുട്ടികൾ, ഗർഭിണികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ശരിക്കും പിങ്ക് മഷ്റൂമാണ്. സാധാ മഷ്റൂം ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ്, പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പല്ലുകളുടെ എല്ലാം ബലം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാൽസ്യം, അതുപോലെ നിറയെ മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ ഓയിസ്റ്റർ മഷ്റൂമിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. പിന്നെ തികച്ചും ശുദ്ധമായ ഒരു ഭക്ഷ്യപദാർത്ഥം എന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും. കാരണം ഇതിൽ യാതൊരു തരത്തിലുള്ള വളങ്ങളോ കീടനാശിനികളോ ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് കൂണ് കൃഷിയിൽ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഓയിസ്റ്റർ കൃഷിയിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. തികച്ചും നമ്മൾ പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. രാവിലെ ഒരു 5 മണി സമയത്ത് ഞങ്ങൾ വന്ന് ഇതിൻ്റെ വിളവെടുപ്പ് പൂർത്തി. പണിക്ക് പോകുന്ന ഒരാളാണ്. അതിന് മുന്നേ തന്നെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. അതായത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് 100 രൂപ തോതിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീടുകളിലായതുകൊണ്ട് ഫ്രഷ് സാധനം ഒരു 8 മണി 9 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ എത്തി. പിന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലുള്ള മാഷന്മാർ, ടീച്ചർമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടികളും കുറേ കൊണ്ടുപോകും. പോരാത്തത് വൈഫ് പോകുന്ന സമയത്ത് ചെറുത് കൊണ്ടുപോയി സ്കൂളുകളിൽ പോകും. ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് ആ ടൈമിൽ ആ ഏരിയയിലേക്കുള്ള ഓർഡറുകളെല്ലാം ഞാൻ കൊണ്ടുപോകും. ബാക്കിയുള്ള സാധനങ്ങൾക്ക് ചെറുപഴമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുപോകുക. അത് ഭാര്യയാണ് കൊണ്ടുപോകാറ്. പിങ്ക് മഷ്റൂമിന് ഇപ്പം നിലവിൽ കുറച്ച് വിത്തുകൾക്കും പൈസ കൂടുതലാണ്. സാധാ വിത്തുകൾ 50 രൂപയേ ഉള്ളൂ ഈ ഇതിൻ്റെ വിത്തുകൾ. പക്ഷെ പിങ്കിന് നിലവിൽ 75 രൂപയോളം വിലയാണ്. പിങ്ക് ശരിക്കും പറഞ്ഞാൽ പൈസ അധികം ചിലവാണ് നമുക്ക്. പക്ഷെ എന്നാലും ഇപ്പോൾ നിലവിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാകുമ്പോഴേക്കും സാധാ കൂണ് കൊടുക്കുന്നത് പൈസയിൽ തന്നെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓയിസ്റ്റർ ഗ്രേ ആളുകൾക്ക് ഭയങ്കര ഭയമാണ്. ഈ വൈറ്റ് കളറിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്തോ വിഷമയമാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഒരിക്കലും നമ്മൾ അത്തരത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഇതുപോലെ ഫാമിങ് ചെയ്യുന്ന കൂണുകൾ ഒരു കാരണവശാലും നമുക്ക് വിഷമയമായി മാറില്ല. വിഷമയമായി മാറുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മൾ 3 ദിവസം 4 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ഡിഗ്രിയോളം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തോളം നമുക്ക് ഈ കൂണുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. തുറന്ന കാലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് 1 ദിവസത്തിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് ഈ കൂണുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് വിഷമയമായി മാറുന്നത്. അതുപോലെ ഏറ്റവും ടേസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗ്രേ മഷ്റൂമിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതെന്നാണ്. അതുപോലെ പിങ്കും ടേസ്റ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ടേസ്റ്റ് ഇപ്പം ശരിക്കും ഗ്രേ മഷ്റൂമിനാണ്. അപ്പോൾ വെറൈറ്റികൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈറ്റിൽ മാത്രമേ എന്തോ ഒരു നല്ല പദാർത്ഥം എന്നുള്ള കാഴ്ചപ്പാടാണ്. നല്ല തെറ്റിദ്ധാരണയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രേയിലാണ് നല്ല സ്വാദ് കൂടുതലും നല്ല പ്രോട്ടീൻസും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. കളറുകളിലൊന്നും വ്യത്യസ്തമില്ല. ഞാൻ ആദ്യം ഈ പിങ്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു. അതേ സമയത്ത് ഒരു ടൈം അവർ അത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അതിനെ കൊണ്ടുവരികയുണ്ടായി.
പിങ്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യണം. എനിക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് പിങ്ക് തന്നെ തരണം. അപ്പോൾ അത്രത്തോളം കൊടുക്കാനുള്ള സാധനങ്ങൾ പിങ്ക് നമ്മുടെ കയ്യിലില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതൊക്കെ ഞങ്ങൾക്ക് 4 കിലോ 5 കിലോളം ഡെയിലി പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടെ കസ്റ്റമറെ കൂടുന്നതനുസരിച്ച് ഞങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ്. ഇതിന് വിപണനമാണ് ഏറ്റവും കൂടുതൽ നേരിടുന്ന വലിയൊരു പ്രശ്നം. അത് നമ്മൾ ആളുകളെ കണ്ടെത്തി മാർക്കറ്റ് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ആളുകളുടെ കഴിവിന് അനുസരിച്ചാണ് നമ്മൾ പല രീതികളും തിരഞ്ഞെടുക്കും. സ്കൂളുകളും മറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വാട്സാപ്പ് അതുവഴി നമ്മൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അതാണ് കൂടുതൽ അനുയോജ്യ രീതിയിലൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകൾ നന്നായിട്ട് കൂണിനെക്കുറിച്ചുള്ള ജനങ്ങൾ കടയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ആളുകൾക്ക് കൂണ് അതുകൊണ്ട് അതായത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ് വലിയൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കുഞ്ഞുഗ്രാമം പദ്ധതി പോലെയാണ് പദ്ധതിയിൽ നിന്ന് എടുക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് സ്വന്തമായി വീട്ടിൽ ഒരു 5 വീട്ടിലേക്ക് 10 വീട്ടിൽ ചെയ്ത് വീട്ടിൽ ഒരു വിഷമില്ലാത്ത നല്ല പോഷക ഗുണമുള്ളൊരു ആഹാരവസ്തു വീട്ടിൽ സ്വന്തമായിട്ട് നിർമ്മിച്ച് കഴിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ളത്. തികച്ചും 100% നല്ലൊരു ആശയമാണത്. നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആളുകൾ ഇപ്പം നന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ആളുകൾക്ക് കൂണ് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു വസ്തുവായി മാറുന്നത്. കുട്ടികൾക്ക് ഇപ്പം നല്ല ഒരുപാട് കുട്ടികളാണ് രക്ഷിതാക്കളെ നിർബന്ധിക്കുന്നത്. എനിക്ക് നാളെ കൂണുകറി വേണം, അതുകൊണ്ട് കൂണ് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ കുട്ടികളെ നിർബന്ധിച്ച് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. തെറ്റില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ള ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ പാഡാണ്. ഇതാണ് പാഡ്. ഫാൻ ആൻഡ് പാഡിലെ പാഡാണിത്. ഇത് ഈ വെച്ചിട്ടുള്ള ടാങ്കിൽ നിന്നും വെള്ളം മോട്ടർ വഴി പമ്പ് ചെയ്ത് നേരെ വരിക ഈ പാഡിലേക്കാണ്. ഈ പാഡിനുള്ളിലൊരു പ്ലംബിങ് സിസ്റ്റം ഉണ്ട്. അതിന് വഴി 6 ഇഞ്ചോളം തിക്നെസ് ഉണ്ട് ഈ പാഡിന്. പാഡ് കൂളിംഗ് പാഡ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ പാഡിലൂടെ വെള്ളം ഓർന്ന് താഴെ വന്ന് ആ വെള്ളം വീണ്ടും റിട്ടേൺ ടാങ്കിൽ പോയി ആ സർക്കുലേഷനാണ് ഇതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാൻ ഓപ്പോസിറ്റ് ഉണ്ട്, വലിയ ഫാനാണ്. ആ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇതിനകത്ത് ഇപ്പം നമുക്ക് നല്ല കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു 22 മുതൽ 28 ഡിഗ്രി വരേക്കും അന്തരീക്ഷ തണുപ്പാണ് ഇതിനകത്ത് ആവശ്യം. അതുപോലെ 70 മുതൽ 90 പെർസെൻറ്റേജ് വരേക്കും നമുക്ക് ഹ്യൂമിഡിറ്റി അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം വളരാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്താലാണ് നമുക്ക് നല്ല വിളവും ആരോഗ്യപരമായ കൂണും നമുക്ക് സൗന്ദര്യമുള്ളൊരു കൂണിനെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇത് ഫോഗർ ഇറിഗേഷൻ എന്നാണ് ഇതിന് പറയാറ്. ഇത് ഞാൻ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു ഫാൻ വയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ഹെഡുള്ള സാധനമുണ്ട്. അത് മിസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമുക്ക് ഹ്യൂമിഡിറ്റി എപ്പോൾ കുറയുന്നോ ആ ടൈമിൽ ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇതിൽ 70-ലും 90-ലും ഇടയ്ക്ക് നമുക്ക് ഹ്യൂമിഡിറ്റി ആവശ്യമാണ്. ഹ്യൂമിഡിറ്റി കുറയുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് ഇത് ഫോഗ് വന്നുകൊണ്ടേ അതുപോലെ മിസ്റ്റ് നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഒരു 20 മിനിറ്റോളം നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിൻ്റെ പുറത്ത് നിറച്ചും നല്ല രീതിയിലുള്ള ഫോഗ് ആവും. അപ്പോൾ കൂണുകൾക്ക് വളരാനുള്ളത് അനുയോജ്യമായ ഈർപ്പവും ഇതൊക്കെ ഇതിനകത്ത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പയ്യന്നൂർ ബ്ലോക്കിൽ ഇപ്പം നമുക്ക് കൂൺഗ്രാമം പദ്ധതി ചെറുപുഴ പഞ്ചായത്തിന് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ വൻകിട യൂണിറ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സബ്സിഡി ലഭിക്കേണ്ടത്. അതൊരു വലിയ ആശ്വാസമായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ നമ്മളെ പോലത്തുള്ള കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കർഷകർ ചെറിയ 100 പട്ടികളുടെ ചെയ്യുന്ന ഒരുപാട് കർഷകർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ലാർജ് സ്കെയിലിൽ എന്ന നിലയിൽ നമ്മളെ യൂണിറ്റാണ് തിരഞ്ഞെടുത്ത് നമുക്കൊരു പൈസ 40%, 5 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഇതിന് ചിലവുണ്ട്. പിന്നെ 40%-മായ 2 ലക്ഷം രൂപയോളം ഗവൺമെൻറ് നമുക്ക് തരികയുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. ഗവൺമെൻറ്റിനോടും നമ്മുടെ കൃഷിഭവനോടും എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. അതുപോലെ തന്നെ കൃഷി ഓഫീസർമാർ നല്ല രീതിയിലുള്ള ചെറുപുഴ കൃഷി ഓഫീസറുള്ള എല്ലാ ഓഫീസർമാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കരിമ്പ ഫാമിലുള്ള ഉദ്യോഗസ്ഥർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KVKയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റൂട്ട് സെറ്റിൽ പോയിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്.
അവിടെ നിന്നും നല്ല എല്ലാ ദിവസവും ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും അവർ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. എങ്ങനെയാണ് ചോദിച്ചിട്ട് KVK നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ കൃഷി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റും മറ്റ് സ്ഥാപനങ്ങളും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ അനുഭവം കൊണ്ട് മനസ്സിലായതാണത്. അപ്പോൾ എപ്പോഴും നമ്മൾ എത്രത്തോളം ഊർജ്ജം കാണിക്കുന്നു അത്രത്തോളം അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്നാലും മാത്രമേ നല്ല രീതിയിൽ നാട്ടിൽ കൃഷി നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ തികച്ചും ഊർജ്ജസ്വലമല്ലാതിരുന്നാൽ നമ്മളാരും കാണാനുണ്ടാവില്ല. ചെറിയൊരു റൂമിൽ നിന്ന് തുടങ്ങിയൊരു കൃഷിയാണ് ഞാനത്. അതിപ്പോൾ ഒരു ഹൈടെക് ഫാമിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. കുറച്ചും കൂടെ ഡെവലപ്പാക്കി കൊണ്ടുവന്നാണ് മനസ്സിലാഗ്രഹം. കൾട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരണത്തിലാണ്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെസ്റ്റ്. ഡിസംബർ 22 മുതൽ 27 വരെ 1 പവൻ സ്വർണ്ണാഭരണമോ 35,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ. സ്വർണ്ണ നാണയം സമ്മാനമായി നേടൂ. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.